പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസലോ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ലരിയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ 2 ആത്മാക്കളാണ്. ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യാത്മാവ്, 2 ദൈവാത്മാവ്. അപ്പോൾ തന്നെ മറ്റൊരാത്മാവുണ്ട്, സാത്താന്റെ ആത്മാവ്, ദുരാത്മാവ് എന്ന് പറയും. അപ്പൊ ഇവിടെ മനുഷ്യാത്മാവുണ്ട്, ദുരാത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പ്രൈസലോ. മനുഷ്യന്റെ ആത്മാവ് ജഡത്തിന്റെ പ്രവൃത്തിക്ക് പ്രേരണ നൽകും, ചെയ്യിപ്പിക്കും. ദുരാത്മാവ് സകല ദുർഭൂതങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളിൽ അവൻ ദുർസേവ നടത്തും. അല്ലേരിയ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേരിയ. അപ്പം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതമായിരിക്കണം നാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവ് അല്ലൊരു ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നത്. അല്ലേ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടാണെങ്കിൽ ഈ ലോകത്തിന്റെ പോരാട്ടങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അല്ലേരിയ. പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് പോകത്തില്ല. ദുരാത്മാവ് നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, മനുഷ്യാത്മാവ് നിങ്ങളുടെ പാപം ചെയ്യിപ്പിക്കും. എന്നാൽ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കത്തില്ല. ദൈവാത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവാത്മാവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ദൈവാത്മാവിനെ കുറിച്ച് പറയുക. അല്ലേരിയ. അപ്പോൾ ദുരാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. അല്ലേരിയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കും, നമുക്ക് കേൾക്കാനും നമുക്ക് പറയുവാനൊക്കെ ഏറ്റവും ഇഷ്ടം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലൊരു 16-ാം അധ്യായം 8-ാം വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആര്? പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകം വരുത്തും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് പാപം ചെയ്യാൻ പറ്റുകയില്ല. പാപത്തിൽ നമ്മെ വിടുവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഓരോ ഭക്തന്റെയും ജീവിതം എന്തായിരിക്കണം? ആത്മാവിൽ നിറയപ്പെട്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. അല്ലേരിയ. പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ നടത്തപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ് നിങ്ങൾക്കുള്ളെങ്കിലും നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന് പാപം ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ചോദിക്കും, അവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല, അവരങ്ങനെ പോകുന്നില്ല. അതങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, അവർ ദുരാത്മാവാണെന്ന്. മനുഷ്യാത്മാവിനെ നടത്തുന്ന ദുരാത്മാവ്, ഇത് രണ്ടും കൂടാണ് അവർ നയിക്കുന്നത്. അപ്പൊ ഏതൊരു ഭക്തനും വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അല്ലരിയ നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിന്റെ വശീകരണത്തിലേക്ക് നിങ്ങൾ പോകില്ല. അല്ലേരിയ. നിങ്ങൾക്ക് ഒരുപാട് പോരാട്ടങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അല്ലേരിയ. നിങ്ങളുടെ ഓരോ ദിവസ ജീവിതത്തെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ നടുവിൽ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ വരും. പ്രവേശനം. ആ പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രവേശനം. ജയം പ്രാപിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹവും വാഞ്ചയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രവേശനോടല്ലൊരിയ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കും. ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അല്ലേരിയ അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുവാൻ കാണുന്നുണ്ട്. എന്നാൽ ദാനിയേൽ ദാരിയാവേശ് രാജാവിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലരിയ, ദാരിയാവേശ് രാജാവിന് യഥാർത്ഥത്തിൽ ദൈവമാരെന്ന് വെളിപ്പെട്ട് കിട്ടി. അല്ലേരിയ. യഥാർത്ഥ ദൈവം ആരാണെന്ന് ദാരിയാവേശിനും കോരേശിനും ഒക്കെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ
ദാനിയേലിന്റെ ജീവിതം ബാബിലോണിൽ ശുഭകരമായി നടത്തുവാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് ദാര്യാവേശിന് ബോധ്യമായി. കാരണം ഈ എബ്രായ ബാലന്മാരെ ദാനിയേലിനും ശദ്രക്ക് മേശക്ക് അബീദ്നേഗോവിനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി ആ പ്രവാസത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ രാജകൊട്ടാരത്തിലെ രാജകീയ ഭോജനം കൊണ്ടും അവിടുത്തെ വീഞ്ഞു കൊണ്ടും തങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തികളാണ് ശദ്രക്ക് മേശക്ക് അബീദ്നേഗോ ദാനിയേൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് വന്ന പോരാട്ടങ്ങളെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു. ശദ്രക്ക് മേശക്ക് അബീദ്നേഗോവിനെ അലിയ തീയിൽ ഇട്ട് കളഞ്ഞപ്പോഴും അവർ തീക്കകത്ത് സ്വാതന്ത്ര്യത്തോടെ നടക്കുക. കർത്താവ് ആത്മാവാകുന്ന ദൈവം ആ എരിയുന്ന തീച്ചുളയിലേക്ക് വന്നു. അവർ കെട്ടഴിഞ്ഞു. 3 പേരെയാണ് കെട്ടി എരിയുന്ന തീയിലിട്ടെങ്കിലും ആ ബാബിലോണിലെ ജനം നോക്കുമ്പോൾ 4 പേര് തീയിൽ അഴിഞ്ഞു നടക്കുന്നു. രാജാവ് നോക്കുമ്പോൾ അപ്പം കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യം തീക്കകത്തായിരുന്നാലും അപ്പം തീയുടെ നടുവിലാണെങ്കിലും ദൈവാത്മാവിലാണ് നീ ജീവിക്കുന്നെങ്കിൽ അവിടെ നിനക്ക് സ്വാതന്ത്ര്യം തരും. തീയിൽ നീ കരിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അത് തന്നെ നമുക്കറിയാം. നല്ലൊരു സ്തോത്രം. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോഴും ദൈവാത്മാവിൽ ജീവിക്കുന്ന ദാനിയേല് ഹല്ലേലൂയ സിംഹത്തിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, സിംഹത്തിന് ഭക്ഷണമായി തീരാതെ കർത്താവിന്റെ ആത്മാവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ ആ സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദൂതൻ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായടച്ചെന്ന. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ദാര്യാവേശ് രാജാവിന് ഒരു കാര്യം മനസ്സിലായി. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഒരു രാജ്യത്തിന്റെ രാജാവ് പറയുക ഹല്ലേലൂയ സ്തോത്രം എന്ന് ദാര്യാവേശിന് മനസ്സിലായി, ബോധ്യമായി. അവൻ ഉണർന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് ദാനിയേൽ പറയുക. ദാനിയേലിനോട് ദാര്യാവേശ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദാര്യാവേശ് രാജാവ് ബാബിലോണിലെ ജനത്തിന് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവം എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന് ദാര്യാവേശ് രാജാവ് തന്റെ രാജ്യത്തിലെ ജനങ്ങളോട്, തന്റെ അനുയായികളോട് പറയും. അപ്പൊ ആ കാലഘട്ടത്തിൽ ദാര്യാവേശ് രാജാവിന് ഇത്രമാത്രം അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായെങ്കിൽ ഇന്നത്തെ രാജ്യരാഷ്ട്ര തലവന്മാർ ഈ ദാര്യാവേശ് രാജാവിന് ഉണ്ടായിരുന്ന ഒരു ഉണർവാണ് ആവശ്യം. ഇന്നത്തെ രാജ്യരാഷ്ട്ര തലവന്മാർ എന്ത് ചെയ്യുന്നു? ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. ക്രൈസ്തവരെ ഏതെങ്കിലും വിധത്തിൽ അടിച്ചൊതുക്കിയിട്ട് ഇവിടെ മറ്റു ചില ശക്തികളെ വാഴിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യരാഷ്ട്ര തലവന്മാർ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് ഇവിടെ ദാര്യാവേശ് രാജാവ് തന്റെ രാജ്യത്തൊരു കൽപ്പന പുറപ്പെടുവിക്കുക. ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാൻ കാരണം, ദാനിയേല് ബാബിലോണിലായിരുന്നപ്പോഴും താൻ ജഡത്തിന്റെ ആത്മാവിലല്ല ജീവിച്ചത്, ദുരാത്മാവിന്റെ സേവയിലല്ല ജീവിച്ചത്. തന്റെ ഉള്ളിൽ ഭാഗം ധരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് താൻ വിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തു? പ്രതികൂല സാഹചര്യങ്ങളിൽ ദാനിയേലും ശദ്രക്ക് മേശക്ക് അബീദ്നേഗോ എന്ന സ്വാതന്ത്ര്യത്തോടെ നടന്നു എന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഒരു സ്ഥലത്തും തകർന്നു പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, തീയുടെ അനുഭവം, എരിയുന്ന തീയിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെട്ടാലും, സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുന്ന നിലയിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയാലും അവിടെ നിന്നെ സ്വാതന്ത്ര്യത്തോടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ.
ഇന്ന് ആമീൻ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് ഭക്തിയുടെ പ്രച്ഛന്ന വേഷധാരികളായി പലരും ഭക്തിയെ ആമീൻ പ്രകടമാക്കുന്ന നിലയിലൂടെ പലരും പലതും ചെയ്യുന്നുണ്ട്. അവർ ചെന്ന് ചാടുന്നില്ല കെണിയില്ല. ആ കെണിയിൽ അകപ്പെട്ടിട്ട് പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കെണിയിൽ ചാടിയ അനവധി ഭക്തിയുടെ വേഷം ധരിച്ച വേഷഭൂഷാദികൾ അണിഞ്ഞ പലരും ഇന്ന് കോടതി കയറി ഇറങ്ങുന്നു, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോയത് കൊണ്ട് അവർ ചെന്ന് പെട്ടുപോയ സാഹചര്യങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആരെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരെങ്കിലും കോടതിയിൽ വ്യവഹാരത്തിന് പോകുന്നുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ വ്യവഹാരത്തിന് പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ശക്തമായ ദൂത് പറയാണ്, നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ദുരാത്മാവാണ്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ജഡത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നീ ദാനിയേലിനെ പോലെ, ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ നീ സ്വതന്ത്രരായി ജീവിക്കും. നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയാൽ നീ അതിനെ ജീവിക്കും. അതുകൊണ്ട് ഇത് സഭയ്ക്ക് നേരെ അനവധി ആളുകൾ കേസ് കൊടുക്കുന്നു. സഭാ നേതൃത്വത്തിന് നേരെ കേസ് കൊടുക്കുന്നു. സഭാ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ കേസ് കൊടുക്കുന്നു. വൈദികന്മാർക്ക് നേരെ കേസ് കൊടുക്കുന്നു. വിശ്വാസികൾക്ക് നേരെ കേസ് കൊടുക്കുന്നു. വിശ്വാസികൾ തമ്മിൽ കേസ് കൊടുക്കുന്നു. അവർ കോടതിയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. അവർ വിശ്വാസികളാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതമായതുകൊണ്ട് അവർ ലോക മനുഷ്യരാണ്. ഇനി ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ കുറിച്ച് ഇത്ര വലിയ മഹാസാക്ഷ്യം പറയുന്നത്. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ആകാശത്തിനും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അല്ലേ? അതുകൊണ്ടാണ് ദാനിയേല് ബാബിലോണിലൊക്കെ ശുഭപ്പെട്ടിരുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഭൂമിയില്, നീ ആയിരിക്കുന്ന സാഹചര്യത്തില് നീ എവിടെയും ദാനിയേലിനെ പോലെ ശുഭപ്പെട്ടിരിക്കണം. ദേശത്തുള്ളവർ നിന്നെ കുറിച്ച് നല്ല സാക്ഷ്യം പറയണം, രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നല്ല നിലയിൽ ജയം പ്രാപിക്കുവാനുള്ള ഒരു നല്ല തീരുമാനമുണ്ടാകണം. ദാനിയേൽ ബാബിലോണിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആമൻ രാജാവിന്റെ ഭോജനത്തിനാലും വിധിനാലും ആമൻ തന്നെ കളങ്കപ്പെടുത്തുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം ദാനിയേലിനുണ്ടായിരുന്നു. ബാബിലോണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള യാതൊരു സാധനം കൊണ്ട്, രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും എന്നെ അശുദ്ധമാക്കത്തില്ല, എന്നെ കളങ്കപ്പെടുത്തത്തില്ല. എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവുണ്ട്, എന്നെ നടത്തുന്ന ദൈവമുണ്ട്. ഈ കാണുന്ന ലോകത്തെ അണ്ടഘടാകത്തെ നിർമ്മിച്ച് അഖിലാണ്ടത്തിന്റെ ഉടവിനായിരിക്കുന്ന സൃഷ്ടാവായ ദൈവമാണ് എന്നെ ബാബിലോണിലേക്ക് അയക്കുന്നതെന്ന ഒരു ബോധ്യം. എല്ലാരും പിടിച്ചുകൊണ്ട് പോയിട്ട് ദാനിയേലൊക്കെ പോകണമല്ലോ. അതുകൊണ്ട് അവിടെ ചെന്നാലും ഞാൻ ബാബിലോണിൽ ചെന്നാലും ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി എന്റെ ദൈവമാരെന്ന് ബാബിലോണിലെ കോരേശ് രാജാവിനും ദാര്യാവേശ് രാജാവിനും നെബൂഖദ്നേസറിനും ബെൽശസ്സറും ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദാനിയേലിന്റെ ജീവിതം വിശുദ്ധ ജീവിതമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശുദ്ധ ജീവിതമായി ഇപ്പം കഴിയണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പറയും, ഞാൻ പരിശുദ്ധാത്മാവില്ല, ഞാൻ പരിശുദ്ധാത്മാവില്ല. എന്നെ കേൾക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നീ പരിശുദ്ധാത്മാവിലാണെന്ന് പറഞ്ഞ് നീ ആരാധിച്ച് നൃത്തം ചെയ്ത് അന്യഭാഷ പറഞ്ഞാലും നിന്റെ സ്വഭാവം നന്നായിട്ടില്ലല്ലോ. അല്ലേ? നിന്റെ സ്വഭാവം പഴയതുപോലെ തന്നെയല്ലേ? പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ സ്വഭാവം മാറണം. പരിശുദ്ധാത്മാവ് വന്നാൽ ശത്രുവിന് സേവിപ്പം കിട്ടണം. പരിശുദ്ധാത്മാവ് വന്നാൽ ആമീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി, നീ മരുമോളോട് പോര് കാണിക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അമ്മായിയോട് പോര് കാണിക്കും. നീ ചെല്ലുന്ന വീട്ടിൽ സമാധാനത്തോടെ ഇരുവരും കഴിഞ്ഞു പോകും. ഇല്ല, എന്തുകൊണ്ടാണ് നിന്റെ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത്? ഈ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് വിശ്വാസിയാകത്തില്ല. ഉള്ളിൽ ആത്മാവ് വേണം. അതുകൊണ്ടാണ് കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവും ഉള്ള നിന്റെ ജീവിതമാണെങ്കിൽ നിനക്ക് എവിടെയും സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം കേട്ടോ, രക്തം ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് ജീവിക്കണം. ദാനിയേലിനെ പോലെ ജീവിക്കാൻ കഴിയണം. ഇതൊക്കെ പൗലോസ് മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്,
റോമാലേഖന 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കണ്ടോ, ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാകട്ടോ. എന്നിട്ട് പറയാണ് ഹല്ലേലൂയ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന പ്രമാണം. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അപ്പം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നീ വിടുവിക്കപ്പെടണം. പിന്നെ നീ അതിലേക്ക് പോകരുത്. ഹല്ലേലൂയ. പിന്നെ നീ ആ പഴയ ജഡത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. അപ്പം 3 ആത്മാവ്, ദുരാത്മാവും മനുഷ്യാത്മാവും ദൈവാത്മാവും നിന്നെ നടത്തുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാ? ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ നമ്മളങ്ങോട്ട് ചെന്നാൽ ചില ദൈവമക്കളൊക്കെ അങ്ങോട്ട് തുള്ളിച്ചാടി കടിച്ചപ്പോട്ട് ആ തന്നുഭാഷയൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്ത് ഞാനാണ് ആത്മാവിൽ നിറയപ്പെട്ട് ഞാനാണ് ദൈവത്തിന്റെ അടുത്തിരിക്കുന്നതെന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ ദൂതുകളും ആലോചനകളും വെളിപ്പാടുകളും പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങ് വിളിച്ചു പറയും കേട്ടോ. പക്ഷെ അവരോടൊന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ച് നോക്കണം, അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നേരിട്ടാണ് പറയുന്നത്. മനുഷ്യരെല്ലാവരും കുറവുള്ളവരാണ്. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും ബലഹീനരാണ്, ജഡത്തിൽ വസിക്കുന്നവരാണ്, ജഡ സ്വഭാവമുള്ളവരാണ്. ആ ജഡസ്വഭാവത്തിന്റെ ദുരാത്മാവൂടെ കയറിക്കഴിയുമ്പോൾ നിനക്ക് നിന്റെ കുടുംബത്തിനകത്ത് ശരിയായ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. നീ നിന്നെ തന്നെ നിയന്ത്രിപ്പാൻ കഴിയാതെ പലപ്പോഴും ദുർസേവകൾക്ക് നീ വിധേയപ്പെടാറുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം നിന്റെ ഉള്ളിൽ നീക്കിക്കളയണമെങ്കിൽ ജീവന്റെ പ്രമാണം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ വിശുദ്ധമായ ഒരു ജയജീവിതം നയിക്കുന്നതിനാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. പാപത്തോട് പോരാടി ജീവിക്കുന്നതിൽ പൗലോസ് നല്ല ശക്തമായി തീരുമാനമെടുത്തിരുന്നു. ഈ ലോകത്തിന്റെ പാപത്തോട് പോരാടി ജീവിക്കുവാൻ, പാപത്തെ അതിജീവിക്കുവാൻ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ കൃത്യമായി ചെയ്തെടുപ്പാൻ, ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി, പാപത്തോട് പോരാടി ജയിപ്പാൻ വേണ്ടി ദൈവം തന്റെ ആത്മാവിനെ പൗലോസിന്റെ ഉള്ളിലാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു പൗലോസ്? മുൻകാലങ്ങളിൽ തന്റെ ഉള്ളിലുണ്ടായിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും ആത്മാവിൽ നിന്ന് ക്രിസ്തുയേശുവിൽ അങ്ങ് സ്വാതന്ത്ര്യം പ്രാപിച്ച് പൗലോസ് തന്റെ അനുഭവം കൂടെ എഴുതാറുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ മുമ്പ് തന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം, മുമ്പ് തന്റെ ജീവിതത്തിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾ അല്ലെങ്കിൽ റോമാലേഖന 7-ാം അധ്യായം വായിച്ചാൽ പൗലോസിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ 7-ാം അധ്യായത്തിൽ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും ആത്മാവിനെ നീക്കി റോമാലേഖന 8-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജീവന്റെ പ്രമാണം തന്റെ ഉള്ളിലായി. ഹല്ലേലൂയ. ജീവന്റെ പ്രമാണം പൗലോസിന്റെ ഉള്ളിൽ വന്നപ്പോൾ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പൗലോസ് ക്രിസ്തുവിനുള്ളവനായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നയോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരത്തെ നീയായിട്ട് തന്നെ പുറത്താക്കി കളയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും. ഹല്ലേലൂയ. ദൈവമേ, ഞാനൊരു പാപത്തിലും വീഴുവാൻ ഇടയാകരുതേ. നിന്റെ നാമത്തിന് അല്ലെങ്കിൽ ഒരു നാമവും ഒരു അപമാനവും, നിന്റെ നാമത്തിന് ഒരു അപമാനവും ഉണ്ടാക്കാൻ എന്നാൽ കഴിയരുതേ എന്ന് നീ പ്രാർത്ഥിക്കണം. അല്ലേ? നിങ്ങൾ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ, ഞാനൊരു പാപത്തിലും വീഴുവാൻ ഇടയാകരുത്. രണ്ടാമത്, നിന്റെ നാമത്തിന് ഞാൻ മുഖാതെ അപമാനം ഉണ്ടാകരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടതാണെങ്കിലും പാപത്തിനടിമയായി വീഴുന്നു, പാപത്തിൽ വീഴുന്നു, വഴി തെറ്റിപ്പോകുന്നു, കാൽ വഴുതി വീഴുന്നു. പലരും വഴുക്കലിലൂടെയാണ് ജീവിക്കുന്നത്. കർത്താവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്ന വിശ്വാസത്തിന്റെ ജീവിതം പലരും ചെയ്യുന്നു.
പലരുടെ ഉള്ളിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് കിടക്കുന്നത്. പലരുടെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അവര് പിന്നെ ജീവന്റെ പ്രമാണത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ അട്ടഹസിക്കുന്നതൊക്കെ ഉള്ളൂ. അല്ലേരിയ. ഇന്നത്തെ മനുഷ്യനെ നടപ്പും പ്രവൃത്തിയും പോക്കും വരവും ചിന്തയില്ല സഭയിലേക്കൊക്കെ വരുന്ന ഭാവവും സഭയിൽ വന്നുള്ള ഇരിപ്പും അല്ലെങ്കിൽ വിശ്വാസികളെ നീ ചില സമൂഹത്തിൽ നിന്നെ നടത്തുന്ന പുരോഹിതന്മാരെ നീ മാനിക്കുന്നതൊക്കെ കാണുമ്പം അറിയാം നിന്റെ ഉള്ളിൽ ഏതാത്മാവാണ്. അല്ലേ? നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം പാപത്തിന്റെയും മരണത്തിന്റെയും ആത്മാവിന്റെ ഉള്ളിലുണ്ട്. നീ ജീവന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. അല്ലേ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ നീ പാപിയായിട്ട് ജീവിക്കത്തില്ല. നീ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ദൈവനാമത്തിന് അപമാനം വരുത്തരുത്. അല്ലെങ്കിൽ അവസാനം വരെ യോസേപ്പിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിലെ ജോസഫിനെ അറിയാം. ജോസഫിനെ ഇസ്മായിലേക്ക് വിറ്റവൻ അങ്ങനെ പോത്തിഫറിന്റെ ഭവനിൽ നിശ്ചയിച്ച പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ജോസഫ് വീഴാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ലേലിയ ജോസഫ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ആത്മാവിൽ വീണു. ആ പ്രമാണം താൻ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാ? തൻ്റെ ഉള്ളിൽ ജീവന്റെ പ്രമാണം ഉണ്ടായിരുന്നു. ജീവന്റെ പ്രമാണം ഉണ്ടായിരുന്നുകൊണ്ട് യോസേഫ് പാപത്തിൽ വീഴാതെ യോസേഫ് ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാതെ ഞാൻ അതൊക്കെ വ്യക്തമായിട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ബദ്ധനാക്കിക്കൊണ്ടുപോയ ദാനിയേലും അല്ലരിയാം തൻ്റെ ഉള്ളിലെയും പാപത്തിന്റെയും മരണത്തിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ദാനിയേലിന്റെയും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവർ മുഖാന്തരം ബാബിലോണിൽ നെബൂഖദ്നേസറിന്റെ മകനായിരിക്കുന്നത് ബേൽശസ്സർ, അതുപോലെ കോരേശൻ, ദാര്യാവേസ്, 4 രാജാക്കന്മാർ യഹോവയായ ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞു. അല്ലേ? അപ്പൊ യഹോവയായ ദൈവം ആരെന്നറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഇന്ന പകലെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുക, എങ്ങനെയെങ്കിലും ഒക്കെ പോകാൻ, തട്ടിമുട്ടി ഉരുണ്ട് നിരങ്ങി മറ്റുള്ളവർക്ക് ഇടകലന്ന് കുഴഞ്ഞ് ഒക്കെ അങ്ങ് പോകാം. അങ്ങനല്ല കേട്ടോ ജീവിതം. ഇത് ചില ആളുകളൊക്കെ ഉണ്ട്, ചിലരോടൊക്കെ കുഴഞ്ഞ് മറിഞ്ഞ് ആടി ഒക്കെ അങ്ങ് പോകുന്ന കണ്ടു കഴിഞ്ഞ് നമുക്ക് ലജ്ജ തോന്നുന്നേ. അല്ലേ? എന്തോ കുഴഞ്ഞുള്ള ആട്ടവും നടപ്പും ഒക്കെയാ. അവരെ കണ്ട വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളൊക്കെയാ. പക്ഷേ അവരുടെ ഉള്ളിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം കുടികൊള്ളുന്നു. അതുകൊണ്ട് അവർക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അല്ലേലി. അതുകൊണ്ട് ഇന്ന് പകലെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങി വരണം. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തിന് ശുശ്രൂഷയ്ക്കും തടസ്സമായി നിൽക്കുന്ന, നിന്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന, തലമുറയ്ക്ക് ശാപമായി മാറുന്ന, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തെ നീ എടുത്ത് പുറത്തു കളയണം. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് വിജയിക്കാത്തത്? എന്തുകൊണ്ടാണ് നന്മ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് വിടുതൽ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നീ എന്നും രോഗിയായി 24 മണിക്കൂറും വല്ലേരിയ നിനക്ക് സ്വസ്ഥതയുണ്ടോ? എല്ലാ ദിവസവും നീ ആശുപത്രികളിൽ കയറി ഇറങ്ങുകയല്ലേ? എന്തുകൊണ്ട് നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ നടക്കുന്നില്ല? എന്തുകൊണ്ട് നിനക്ക് സൗഖ്യം കിട്ടുന്നില്ല? ഒരു സൗഖ്യത്തിന് വേണ്ടി നീ എവിടെല്ലാം പോയി, ഏതെല്ലാം വാതിലുകൾ മുട്ടി, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ നീ നടത്തി, എന്നിട്ടും നിനക്ക് സൗഖ്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നിന്റെ ഉള്ളിൽ വാസിക്കുന്നത് കൊണ്ടും നിനക്ക് വിടുതലില്ല. എന്താ പറയാൻ പറയട്ടെ? വിടുതലില്ലാത്തത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിന്റെ ഉള്ളിലില്ല. പിന്നെ ഉള്ളത് ഏതാ? പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണം. അത് നിന്നെ തടവിലാക്കുന്നു, രോഗം കൊണ്ട് രോഗിയാക്കി മാറ്റുന്നു. നിന്നെ ബന്ധിക്കുന്നു, ാക്കി മാറ്റുന്നു. നിനക്ക് വിടുതൽ കിട്ടുന്നില്ല. എന്തെല്ലാം ചെയ്താലും നഷ്ടം. അല്ലേലിയ. കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരി പറഞ്ഞേ, അല്ലേലിയ, ഒരു സഹോദരൻ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല. ഭക്ഷണം കഴിപ്പാൻ തോന്നുന്നില്ല, കൈ പൈസയില്ല, കടമാണ്. അല്ലേലിയ. എലരിയ സ്തോത്രം. അതുപോലെ തന്നെ ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്താലും തകർച്ച, എനിക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചേ. അതിന് മറുപടി പറയാനാ
അതിന് പറ്റിയ ആലോചന കൊടുക്കുന്ന നല്ലൊരു ദൈവദാസനെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ദൈവദാസനില്ല, അങ്ങനെ പറയുന്ന ഒരു ദൈവദാസനില്ല, അങ്ങനെ പറയുന്നൊരു കാണും കേട്ടോ, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും ആ പ്രമാണത്തെ വിജയിപ്പിക്കുന്ന ആലോചന പറയത്തില്ല. ജീവന്റെ പ്രമാണത്തിൽ അവരെ സ്വതന്ത്രമാക്കിയെടുക്കാൻ തീരുമാനിക്കും. വല്ലേറിയ. അപ്പൊ എന്തുകൊണ്ടാണ് ആ പുള്ളിക്ക് എന്ത് ചെയ്താലും തകർച്ച, നഷ്ടം, കടക്കിടി, സമാധാനമില്ല, സന്തോഷം, ഒറ്റപ്പെട്ടു പോയി, ഭക്ഷണം കഴിപ്പാൻ തോന്നില്ല, കൈ പൈസ ഇല്ലാതെ വന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിനുള്ളിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമുണ്ട്. വല്ലേറിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഒരു എന്തെങ്കിലും ഒരു മുഖാന്തരം ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ. അദ്ദേഹം എന്നെ വിളിച്ച ഞാൻ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആലോചന ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ അദ്ദേഹം വിളിച്ചില്ല. എന്തുകൊണ്ടാണോ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജഡമനസ്സ് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ആരും ഒളിക്കുന്നു, ആരും ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ചിന്താഗതികൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഓടി ഒളിക്കുന്ന അനവധി ആളുകളുണ്ട് ശ്രോതാവ്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, നിനക്ക് ജയിപ്പാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിന്റെ സാഹചര്യമാണ്. നിന്നെ തകർക്കുന്ന രണ്ട് ശക്തികളാണ് സ്വതം മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം. നീ വസിക്കുന്ന ജഡാത്മാവില്, ഈ ദേശത്ത് ഏതെങ്കിലും ദുരാത്മാവ് ശക്തികളില്, ദുർബോധ ശക്തികളില് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ മടങ്ങി വരണം. ദാനിയേലിനെ പോലെ ജോസഫിനെ പരിശുദ്ധമായി ജീവിപ്പാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ, ദാനിയേലിന്റെയും യോസേഫിന്റെയും കാലഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ അവരുടെ പകർന്നിട്ടില്ല. അവരെ ദൈവാത്മാവ് നടത്തുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പോലുള്ള ആത്മാവിന്റെ ആരാധനയും ഒന്നും അവർക്ക് അന്നില്ല. പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് നമ്മെ നേരായ പാതയിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പാപം ലവലേശം പോലും വരരുത്. പാപം നിങ്ങളെ ശല്യപ്പെടുത്തരുത്. ഹല്ലേലൂയ. ചില മനുഷ്യർ പറയാം, അവനെയും കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന്, അവളെയും കൊണ്ട് ഭയങ്കര ശല്യമാണ് എന്നൊക്കെ പറയലേ. അതെ, അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവളെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നിനക്ക് ഭയങ്കര ശല്യമാണ്. അത് നിനക്ക് ഉയരാൻ കഴിയത്തില്ല. ആ പാപത്തിന്റെയും പ്രമാണത്തിന്റെയും ആ ശല്യം നിന്റെ ജീവിതത്തിൽ വരുന്നിടത്തോളം കാലം നിനക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങി വരണം. നിനക്കൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടതയിൽ ദൈവം കൈപിടിച്ചുയർത്തി നിന്നെ ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് നിന്റെ അനുഭവിക്കുന്ന പരാജയത്തെ മാറ്റി നിനക്ക് ഉയർച്ച ദൈവം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവ കൃപയിൽ നിൽക്കണം. ഞാൻ ഒരു കഥ വായിച്ചു. ഒരു മനുഷ്യൻ 2 പട്ടിയെ വളർത്തി. ഒരു പട്ടി കറുത്തതും മറ്റൊരു പട്ടി വെളുത്തതും. ഈ 2 പട്ടിയും ഒരിക്കൽ അദ്ദേഹം കമ്പോളത്തിൽ ചന്തയിൽ വന്നു. എന്നിട്ട് ഈ 2 പട്ടികളോടെ ഹല്ലേലൂയ നോക്കി, രണ്ടിനും ഒരേ വയസ്സ്, ഒരേ വലിപ്പം, ഒരേ തൂക്കം ഒക്കെ ഉള്ള 2 പട്ടികളിൽ അതിന്റെ ബലപരീക്ഷണമാണ്. അപ്പൊ ഈ പട്ടിയുടെ നായുടെ ഉടമസ്ഥ ഈ പട്ടികൾ രണ്ടും തമ്മിൽ കടിച്ചു പോരാടിയാൽ ആര് ജയിക്കും? ചിലര് പറഞ്ഞു കറുത്ത പട്ടി ജയിക്കും, ചിലര് പറഞ്ഞു വെളുത്ത പട്ടി ജയിക്കുമെന്ന്. അങ്ങനെ പന്തയം മുറുകി പട്ടികൾ തമ്മിൽ പോരാടി എന്ത് ചെയ്തു? കറുത്ത പട്ടി അങ്ങ് ജയിച്ചു. ഹല്ലേലൂയ. അവൻ ചിലര് കറുത്ത പട്ടി ജയിക്കുമെന്ന് പറഞ്ഞ് പൈസ വെച്ചു, ചിലര് വെളുത്ത പട്ടി ജയിക്കുമെന്നൊക്കെ പൈസ വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ആഴ്ച വീണ്ടും വന്നു. എന്നിട്ട് ഇന്ന് എന്റെ കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും ഉണ്ട്, ഏത് നായി ജയിക്കും, ഏത് പട്ടി ജയിക്കും? അപ്പം മുമ്പ് കറുത്ത പട്ടി ജയിച്ചത് കൊണ്ട് ജനങ്ങൾ പറഞ്ഞു കറുത്ത പട്ടി ജയിക്കും. ഹല്ലേലൂയ. കുറച്ചു പേര് വെളുത്ത പട്ടി ജയിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം കേട്ട് നിന്നിട്ട് അതിൻ്റെ ഒരു സഹോദരൻ ചോദിച്ചു, ഈ പട്ടികൾ ഏത് പട്ടി ജയിക്കുമെന്ന് താങ്കൾക്കറിയാവുമെന്ന് ചോദിച്ചു. ഉടമസ്ഥനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ നായ്ക്കളിൽ ഏത് നായ, കറുത്തതാണോ വെളുത്തതാണോ ജയിക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. ഉടയനറിയാം. പക്ഷേ കേൾക്കുന്നയാള് പറഞ്ഞു, ഹല്ലേലൂയ, കേട്ടുകൊണ്ടിരിക്കുന്ന പന്തയം വെച്ചിരിക്കുന്ന ആളുകൾ കറുത്തത് ജയിക്കും വെളുത്തത് ജയിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ 2 പട്ടികളും തമ്മിൽ പോരാടാൻ തുടങ്ങി വീണ്ടും. അങ്ങനെ 2 പട്ടികളും തമ്മിൽ പോരാടി അവസാനം എന്ത് ചെയ്തു? മുമ്പ് ജയിച്ച കറുത്ത പട്ടി പരാജയപ്പെട്ട് ആ വെളുത്ത പട്ടി ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്?
കഴിഞ്ഞൊക്കെ ഈ വെളുത്ത നായ്ക്ക് അത്ര ധൈര്യമില്ലായിരുന്നല്ലോ, ഇത്ര ആരോഗ്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ധൈര്യം വന്നത്? അപ്പോൾ എൻ്റെ യജമാനൻ പറഞ്ഞു, നായയുടെ യജമാനൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞൊക്കെ വന്നപ്പോൾ അല്ലേറിയ എൻ്റെ വെളുത്ത നായ്ക്ക് അനവധി ഭക്ഷണം കൊടുത്ത് അതിനെ നന്നായിട്ട് നിറച്ച് അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നായ്ക്ക് പെട്ടെന്ന് ഉറക്കം വരും, പിന്നെ അവന് ക്ഷീണമാണ്, പിന്നെ അവന് വലിയ ശൗര്യമൊന്നുമില്ല. കറുത്ത പട്ടിയെ ഞാൻ 2 ദിവസമായിട്ട് പട്ടിണി കെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വിശപ്പ് കൊണ്ട് അവന് ഭയങ്കര ശൗര്യം. അതുകൊണ്ട് അവന് ഏതിനെയും അവൻ്റെ മുമ്പിൽ കിട്ടുന്ന എന്തിനേയും അവൻ തകർക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാ, ഞാൻ ഈ വേക്കൂടെ വരുമ്പോൾ എൻ്റെ മുമ്പ് ജയിച്ച കറുത്ത നായ്ക്ക് ഒരുപാട് ആഹാരം കൊടുത്ത് അവനെ നന്നായിട്ട് തീറ്റിപ്പോറ്റിയിട്ടു. അവൻ ഭയങ്കര ക്ഷീണിതരാ. വയറ് നിറഞ്ഞപ്പോൾ ഇവൻ ഉറക്കുക. എന്നാൽ ഞാൻ വെളുത്ത നായ്ക്ക് ആഹാരം കൊടുക്കാതിട്ടിരുന്നു. എനിക്കറിയാം എൻ്റെ വെളുത്ത നായി ജയിക്കുള്ളൂ, കാരണം അവൻ വിശന്ന് വലിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞു വെക്കും കറുത്ത നായി വെളുത്തിനെ തോൽപ്പിക്കും, ഈ വെക്കും വെളുത്തത് കറുത്തതിനെ തോൽപ്പിക്കും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, അല്ലേലിയ, മനുഷ്യന്റെ കണക്കുകൂട്ടലും മനുഷ്യന്റെ തീരുമാനമൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിലാണ്. നാം ദൈവത്തിന് ചേർന്നിരുന്ന, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് ഉപവസിച്ച് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തിയെ നമ്മൾ പുറത്താക്കി കളയണം. അല്ലേലിയ, ജനങ്ങളുടെ ചിന്ത വളരെ വ്യത്യസ്തമാണ്. അല്ലേലിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വയറ് നിറച്ച് സുഖമായ ആഹാരമൊക്കെ കഴിച്ച് സ്തോത്രം നമ്മൾ സുഖലോരുവ ജീവിച്ച നമുക്കൊരിക്കലും ജയജീവിതത്തിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. നമുക്ക് ആഹാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കമാണ്. ചിലരുടെ ഉണ്ടവൻ ഉറങ്ങാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും ചിലരുണ്ട്. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നും. ചിലവർ ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോയി കിടക്കുന്നില്ല ഉറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല, അവൻ പിന്നെ ഉറക്കമാണ്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ ഭക്ഷണത്തിന് വേണ്ടി ആർപ്പോടുകൂടി അവൻ വളരെ ശൗര്യത്തോടു കൂടി നിൽക്കും. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ഉല്ലസിച്ച് നീ ആറാടി തിമിർത്തടിച്ച് നടക്കരുത്. നീ ദൈവത്തിന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദാനിയേലിനെ പോലെ യോസേഫിനെ പോലെ വിശുദ്ധ ജീവിതം നയിച്ച് നിന്റെ ഉള്ളിലെ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തെ നീക്കിക്കളഞ്ഞിട്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ നീ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമെങ്കിൽ മാത്രമേ പൗലോസ് പറഞ്ഞത്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അതെ, ആത്മാവാകുന്ന കർത്താവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ദുരാത്മാവിനും കഴിയില്ല, ഒരു ആത്മാവിനും കഴിയില്ല. ഈ ലോകത്തിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് നിന്നെ തകർക്കാൻ കഴിയില്ല. കാരണം നിന്റെ ഉള്ളിൽ കർത്താവ് ആത്മാവായി വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ജയജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. അല്ലേ? അപ്പൊ നിങ്ങൾ ജയജീവിതം നയിക്കണമെന്നാ കേട്ടോ. പാപത്തിൽ വീണു പോകരുത്. അല്ലേ? മനുഷ്യന് പാപം ചെയ്യുന്നതിനകത്ത് ഭയങ്കര വിരുതുള്ളവരാ. പാപം ചിലരുടെ ജീവിതത്തിന്റെ ഒരു വാസനയാണ്. അല്ലേ? അതൊക്കെ പറയാൻ കാരണം എൻ്റെ 25 വർഷക്കാല ജീവിതം പാപം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വാസനയാണ്. എന്തും ചെയ്യുവാൻ മടിയില്ലാതെ ദുരാത്മാവിൽ നിറയപ്പെട്ട്, ജഡത്തിന്റെ ആത്മാവ് നിറയപ്പെട്ട് എൻ്റെ 36 വയസ്സ് വരെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് സകലത്തിൽ ഞാൻ പരാജിതനായി മാറി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞാൻ വീണ്ടെടുപ്പ് പ്രാപിച്ചപ്പോൾ, രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെയും ജഡത്തിന്റെയും പ്രമാണം എൻ്റെ പാപത്തിന്റെയും ജഡത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എൻ്റെ ഉള്ളിൽ മാറി കഴിഞ്ഞപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം കർത്താവിന്റെ ഉള്ളിലാക്കി. ജീവന്റെ പ്രമാണത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്വതന്ത്രമായി മാറി. പാപത്തിന് ഞാൻ സ്വതന്ത്രമായി മാറി. അതുവരെ ഞാൻ ഭയങ്കര മദ്യപാനി, പുകവലിക്കും. അല്ലെ ഞാൻ വളരെ പുകവലിക്കുകയും മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ട്. എന്താ? പാപത്തിന്റെയും മരണത്തിന്റെയും ആത്മാവിന്റെ ഉള്ളിൽ കിടക്കുക. എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ അതിന് അടിമയാ. ഞാൻ മദ്യത്തിനടിമയാ, ലഹരിക്കടിമയാ, വഴക്കിനടിമയാ, തല്ലിനും അടിക്കും ഒക്കെ ഞാൻ അടിമയാ. അതിനൊക്കെ ഞാൻ മുമ്പിൽ നിൽക്കുക. എന്താ? പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും, മാതാപിതാക്കളോട് പ്രശ്നം ഉണ്ടാക്കും, ബന്ധുക്കളോട്, അയൽവാസിയോ സഹോദരനോട് പ്രശ്നം ഉണ്ടാക്കും, അധികാരികളെ ഞാൻ വെല്ലുവിളിക്കും, അധികാരികളോട് മത്സരിക്കും. എന്തുകൊണ്ടാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്. എന്നാൽ കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞപ്പോൾ അല്ലേലൂയ, ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പ്രമാണം
പ്രമാണം ഏതാണ്? അല്ലേരിയ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഏത് പ്രമാണമാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണോ? അത് നിന്നെ തരിപ്പണമാക്കും, നിന്റെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കും. അല്ലേരിയ, നിനക്ക് ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ നിന്റെ കണലിലേക്ക് കൊണ്ടുപോകും. അവസാനം നിന്നെ മരണക്കിടക്കിൽ കൊണ്ട് കിടത്തുക ആത്മാവ്, ആ ദുരാത്മാവ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. വചനം പറയുന്നത് കർത്താവ് ആത്മാവാകുന്ന കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതെ, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന്, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ ഉപദേശിക്കുക. അല്ലേലൂയ. ഞാനൊക്കെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത് കേട്ട് പഠിച്ചതോ കോപ്പി അടിച്ചതോ മല്ലുള്ള സാക്ഷ്യങ്ങൾ ഏറ്റെടുത്തിട്ടല്ല. എനിക്ക് നല്ല ഒന്നാന്തര സാക്ഷ്യമുണ്ട്. എന്റെ കഴിഞ്ഞ കാല ജീവിതം നല്ല സാക്ഷ്യം നിങ്ങൾ എന്റെ നാട്ടിൽ വിളിച്ച് ചോദിച്ചാൽ അവർ നിശ്ചയമായിട്ടും പറഞ്ഞു തരും. അല്ലേരി, യാതൊരു പറയും കൂടാതെ അവരെന്നെ വിളിച്ചിട്ട് പറയും, അവൻ പറഞ്ഞ ഈ ഒരു ദുഷ്ടനായിരുന്നു തന്നെ പറയും. ഒരുപക്ഷെ ഇന്നങ്ങനെ പറയത്തില്ല, പക്ഷെ അവർ പറയും, അവനായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വളരെ മോശമായിട്ട് ജീവിച്ചനാണെന്ന് എന്നെക്കുറിച്ച് എൻ്റെ നാട്ടുകാര് നിങ്ങൾ സ്നേഹത്തിൽ വെച്ചവർ പറയും. പക്ഷെ ഇന്ന് അവരങ്ങനെ പറയത്തില്ല. കാരണം അവർക്കറിയാം, ഇന്ന് ഞാൻ ആ ഒരു പ്രമാണത്തിൽ ഞാൻ പുറത്തു വന്നു. പാപത്തിന്റെ പ്രമാണത്തിൽ, മരണത്തിന്റെ പ്രമാണത്തിൽ ഞാൻ പുറത്തു വന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് ക്രിസ്തുവിനെ ഉയർത്തുക, എന്നെ വിടുവിച്ച ദൈവത്തെ, എന്നെ രക്ഷിച്ച ദൈവത്തെ, എന്നെ വീണ്ടെടുത്ത ദൈവത്തെ ഇന്ന് പകൽ വിളിച്ചു പറയുക എന്നുള്ളതാണ് എന്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹം. പ്രൈസലോ. നിന്നെ കേൾക്കുന്ന മാതാപിതാവേ, എത്ര കാലമായി നീ കരയാൻ തുടങ്ങിയിട്ട് കണ്ണുനീര്? എത്രയോ കാലമായി നിനക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന, നീ മറ്റാരോടും പറയാത്ത, മറ്റാർക്കും വെളിപ്പെടുത്താത്ത, മറ്റാരോടും അറിയാത്ത ചില പാപത്തിന്റെ രഹസ്യങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് നീ താഴിട്ട് പൂട്ടിവെച്ചിട്ടുണ്ട്? പ്രൈസലോ. നമ്മൾ ഈ വീടൊക്കെ താഴിട്ട് പൂട്ടി വെക്കുന്നത് പോലെ നമ്മളെങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വീടൊക്കെ താഴിട്ട് പൂട്ടി വെച്ച് പോകുക എന്ന് പറഞ്ഞ പോലെ നീ ചെയ്ത ചില പാപങ്ങൾ, പാപത്തിന്റെ പ്രവർത്തികൾ, പാപത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം, അത് ശാപമായിട്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നീ താഴിട്ട് പൂട്ടി വെച്ചിരിക്കുക. അതേന്ന് പോലെ നീ പൊട്ടിച്ചു കളയണം. പ്രൈസലോ. ആ പ്രമാണത്തിൽ നിന്ന് പുറത്തു വരണം. പ്രൈസലോട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുക, നിങ്ങൾ ശബ്ദമുയർത്തി നിങ്ങൾ കർത്താവിനെ വിളിക്കണം. ശബ്ദം ഉയർത്തി കർത്താവിനെ വിളിക്കണം. ഉറക്കെ നിങ്ങൾ ദൈവത്തെ വിളിക്കണം. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി നിങ്ങൾ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അശുദ്ധി മാറും. പ്രൈസലോ. അപ്പം പാപവും വിശുദ്ധിയും ഹല്ലേലൂയ നേർക്കുനേർ നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പാപവും വിശുദ്ധി നേർക്കുനേർ. അല്ലേലൂയ. ചിലർ പറഞ്ഞേ, രണ്ട് രാജ്യങ്ങൾ നേർക്കുനേർന്ന് യുദ്ധം ചെയ്യുമെന്ന് പറയലേ. പകരം കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പാകിസ്ഥാൻ, ഇന്ത്യ നേർക്കുനേർന്ന് യുദ്ധം ചെയ്തു. ഇസ്രായേലിനോട് പല രാജ്യങ്ങളും നേർക്കുനേർ യുദ്ധം ചെയ്തു. അല്ലേലൂയ. എന്താണ് അങ്ങനെ നേർക്കുനേർ യുദ്ധം ചെയ്യുക? അല്ലേലൂയ. എന്ന് പറഞ്ഞ പാപവും വിശുദ്ധി ഇതുപോലെ തന്നെയാണ്. പാപവും വിശുദ്ധി നേർക്കുനേർ നമ്മുടെ നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അല്ലേലൂയ, നീ ജീവന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ തന്ന നീ ആത്മാവ് ജീവിക്കാനുള്ള ദൈവാത്മാവ് നിനക്ക് പ്രേരണ തരുമ്പോൾ, അപ്പുറത്ത് പാപത്തിന്റെ ആത്മാവ് നിന്നോട് പറയും, അല്ല, നിന്നെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടു. അപ്പം പാപത്തിന്റെയും വിശുദ്ധിയുടെയും ആത്മാവ് നേർക്കുന്നത് നിൽക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് വഴങ്ങിപ്പോകാതെ, അതിനകത്ത് വീണു പോകാതെ, നിങ്ങൾ ദൈവസന്നിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി പാപത്തിന് പരിഹാരം വരുത്തുവാൻ നിങ്ങൾ ദൈവസന്നിൽ മുഴങ്കാലും അടക്കണം. ഹല്ലേലൂയ. ദൈവസന്നിൽ മുഴങ്കാലും അടക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പാപത്തെ നിങ്ങൾ തകർത്ത് കളയണം. പിശാചിന്റെ തലയെ ക്രൂശിൽ കർത്താവ് തകർത്ത് കളഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഉള്ളിലെ പാപത്തിന്റെയും മരണത്തിന്റെയും ആത്മാവിനെ, ആ സാത്താന്റെ തലയെ നീ തകർത്ത് കളയണം. അതിനകത്ത് നീ അടിമപ്പെട്ടു പോകരുത്. അതിൽ നീ വീണ് പോകരുത്. തേനീച്ച തേനിനകത്ത് വീണ് കഴിഞ്ഞാൽ അതിന് പറന്നു വീരാൻ കഴിയത്തില്ല. തേൻ ഉണ്ടാക്കുന്ന തേനീച്ചയാണെങ്കിലും ദൂരെ കടന്നുപോയി, ദൂരെ പറന്നുപോയി ഈ പൂമ്പൊടി കൊണ്ടുവന്ന് തേനുമൊക്കെ കൊണ്ടുവന്ന് തേനുണ്ടാക്കുന്ന തേനീച്ചയാണെങ്കിൽ ആ തേനിനകത്ത് തേനെടുത്ത് കഴിഞ്ഞാൽ തേനിനകത്ത് തേനീച്ച വീണ് കഴിഞ്ഞാൽ അതിന് പറക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ, തേനകത്ത് വീണ് ഈച്ചയെപ്പോലെ നീ പോകാതെ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ വീണിട്ട് നീ മരണപ്പെട്ടു പോകാതെ, നീ നിന്റെ കുടുംബം തകർന്നു പോകാതെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും നീ ദൈവസന്നിധിക്ക് മടങ്ങി വരണം. നമുക്കറിയാം, പാപം ജീവിതത്തിൽ വന്നു. ഹൗവ പഴം ഭക്ഷിച്ചപ്പോൾ അവൾ പാപത്തിൽ വീണു.
തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിലും ഉപായത്താൽ സാത്താൻ സർപ്പമായി വന്നിട്ട് ചോദിച്ചു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ആമീൻ. വാസ്തുകൾ അവള് പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന ആളി മരിക്കുകൊണ്ട്. സാത്താൻ എന്താണ് പറഞ്ഞത്? പിശാച് എന്താണ് പറഞ്ഞത്? ഇല്ല, തിന്നുന്ന ആളിന്റെ കണ്ണു തുറക്കും. അപ്പം പിശാചിന്റെ പ്രലോഭനത്തിനകത്ത് ഹൗവ വീണു. അവൾ ആ വൃക്ഷഫലം കഴിച്ചു, അവളുടെ കണ്ണു തുറന്നു. അവൾ കൊണ്ട് തന്റെ ഭർത്താവിന് കൊടുത്തു. അവന് കണ്ണു തുറന്നു. രണ്ടുപേരും നഗ്നരായി മാറി. തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമേൻ, സ്തോത്രം. മോഹം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ, അത് മനസ്സിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മനസ്സിനോട് പോരാടും. ഹല്ലേലൂയ. പാപം നിന്റെ ഉള്ളിലും മനസ്സിലും വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിന്നോട് പോരാടും. നിന്നെ പോരാടി ജയിക്കാൻ ആദത്തെയും അവയിൽ പരാജയപ്പെടുത്തതുപോലെ നിന്നെ പരാജയപ്പെടുത്താൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ നോക്കണം. യേശുവിനെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്താൻ യേശുവിനെ നോക്കി നിങ്ങൾ നിങ്ങളുടെ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പാപത്തിൽ വീഴാതിരിക്കും. ഹല്ലേലൂയ. അവിടെ കർത്താവുള്ളടത്ത് കർത്താവിന്റെ ആത്മാവുണ്ട്. സ്തോത്രം. കർത്താവ് ആത്മാവുണ്ട്. കർത്താവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ടെന്ന് പൗലോസ് പറയുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണു പോകരുത്. നിന്റെ നന്മയെ നീയായിട്ട് തകർക്കരുത്. നിനക്കും നല്ല ഭാവ്യതയും വെച്ചിട്ട് ഉയർച്ച വെച്ചിട്ടുണ്ട്. നിന്റെ പരാജയത്തെ മാറ്റുവാൻ, നിന്റെ കഷ്ടതയെ മാറ്റുവാൻ, നിന്റെ സങ്കടത്തെ മാറ്റുവാൻ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മാറ്റി നിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നു. നിന്റെ മദ്യപാനത്തെ, നിന്റെ ദുർജീവിതത്തെ, നിന്നിൽ വ്യാപിക്കുന്ന പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തെ നീക്കിക്കളഞ്ഞിട്ട് നീ വിശുദ്ധിയിലേക്ക് മടങ്ങിവ. നീ ആർക്കും ഒരു കടക്കാരനായി മാറാതെ നീ ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ സാത്താൻ പലവിധത്തിലും. അതുകൊണ്ട് 3 ശക്തികൾ. ഹല്ലേലൂയ. അതിൽ 1 പാപത്തിന്റെ ശക്തി, 2 മരണത്തിന്റെ ശക്തി, അതിൽ 3 സാത്താന്റെ ശക്തി. അതിനെ അതിജീവിക്കുന്ന ദൈവശക്തിയാണ് നിനക്ക് ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഏൽപ്പിച്ചു. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ എന്താണ്? കർത്താവ് ആത്മാവാകുന്ന കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ നിറയപ്പെട്ടിട്ട് പാപത്തിന്റെ മരണത്തിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധ ജീവിതം ഇപ്പൊ ഇന്ന് പകൽ നിരയിപ്പിച്ചു കൊടുക്കുമോ? എന്നോടൊപ്പം പറയാം, കർത്താവേ, എനിക്ക് ലോക ജീവിതം വേണ്ട, പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണം എനിക്ക് വേണ്ട. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ നിറച്ച് എന്റെ കഷ്ടതയുടെ കണ്ണതിന്റെ കൈപിടിച്ച് ഉയർത്തുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയും. എന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, ഭർത്താവിന്റെ മദ്യപാനം, ഭാര്യയുടെ വഴിവിട്ട മക്കളുടെ വഴിവിട്ട ജീവിതം, കർത്താവിന്റെ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, കടക്കണികൾ, എന്റെ രോഗം, എന്റെ എന്റെ കുടുംബത്തോട് വാതുകെട്ടി നിൽക്കുന്ന ദുരാത്മ ശക്തികളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ വചനം വാങ്ങിച്ച കർത്താവ് ആത്മാവെന്ന് കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബാബിലേക്ക് പ്രവാസത്തിൽ കടന്നുപോയ ശത്രുക്ക് മേശ കവിതനോ ദാനിയേൽ രാജാവിന്റെ രാജഭവനം രാജ്യ വീര കൊണ്ടും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച് കർത്താവിന്റെ ആത്മാവിനെ ഉറച്ചു നിന്നതുകൊണ്ട് പിന്നത്തെ നെബൂഖദ്നേസറിനും ബെൽശസ്സറിനും അതുപോലെ തന്നെ കോരശനും ദാര്യാവേശനും ഇസ്രായേലിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ജീവന്റെ പ്രമാണത്തെ നിറയപ്പെട്ടതെന്ന ദാനിയേലിനെ പോലെ, യോസേഫിനെ പോലെ ജനം കർത്താവി മടങ്ങി വന്ന് ജനം മാനസാന്തരപ്പെടുകണമേ. അവരുള്ളിൽ വ്യാപരിക്കുന്ന മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തിന്റെ കണ്ണുകൾ തുടക്കണം. കർത്താവ് ശാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, എല്ലാ ദുരാത്മശക്തികളെയും ജനം വിടുവിക്കപ്പെടുവാൻ, സമാധാനത്തിലേക്ക് ജനം മടങ്ങി വരുവാൻ, സ്വസ്ഥതയിലേക്ക് ജനം മടങ്ങി വരും. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും കൗമാര യൗവനത്തിനും ജ്ഞാനപ്പെടുത്ത രസന യാചകർ, ഓട്ടന ചൂട്ടൻ യുവ തടവറയിലെ രാജരാഷ്ട്രധരന്മാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി സ്വീകരണങ്ങൾ എല്ലാം ജനത്തെയും എല്ലാ ജാതിമത വർഗവർണ്ണ വ്യത്യാസം കുള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും ഞങ്ങൾ ദൈവങ്ങളിൽ കേരളത്തിനായി ഭാരത ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിന്റെ വിടൽ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സകല ജനം നമുക്ക് എടുക്കണം യേശുവിന്റെ ഭാവത്തിൽ തന്നെ. ആമേൻ.